ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സ്കഫോൾഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സ്കഫോൾഡിംഗ് എന്നാണ് നമ്മളിന്ന് നോക്കുന്നത്. ഓക്കെ, നമ്മളിതൊരു സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്യുകയാണ്. അത് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഹൈറ്റ് 1.5 മീറ്ററിലും കൂടുതലാണെങ്കിൽ നമുക്ക് താഴെ നിന്ന് മുകളിലോട്ടുള്ള വർക്കുകൾ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മളൊരു ടെമ്പററി സ്ട്രക്ചർ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യും ഇത് ക്ലോസ് ടു ദാറ്റ് വർക്ക്, സോ ദാറ്റ് നമ്മുടെ വർക്കേഴ്സിനെല്ലാം നമ്മൾ സേഫായിട്ട് നിന്ന് വർക്ക് ചെയ്യാൻ പറ്റും. അതിനെയാണ് നമ്മൾ സ്കഫോൾഡിംഗ് എന്ന് പറയുന്നത്. ഈ സ്കഫോൾഡിങ്ങിൻ്റെ ടേംസ് അത് എപ്പോഴും PSCക്ക് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ്സ് ആണ്. അതായത് ഈ സ്കഫോൾഡിങ്ങിലെ വെർട്ടിക്കൽ മെമ്പേഴ്സിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ്സ് എന്ന് വിളിക്കുന്നത്. എന്നാൽ അതേസമയം അതിലെ ഹൊറിസോണ്ടൽ മെമ്പേഴ്സ് നമ്മൾ രണ്ട് ഹൊറിസോണ്ടൽ മെമ്പേഴ്സാണുള്ളത്. ദാറ്റ് ഈസ് ലെഡ്ജേഴ്സും ഉണ്ട്, പുട്ട്ലോക്സും ഉണ്ട്. ഈ ലെഡ്ജേഴ്സും പുട്ട്ലോക്സും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്, ഫസ്റ്റ് വൺ ലെഡ്ജേഴ്സ് എടുക്കുകയാണെങ്കിൽ ആ ലെഡ്ജർ എന്ന് പറയുന്നത് നമ്മുടെ വോളിന് പാരലായിട്ടായിരിക്കും നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, ഹൊറിസോണ്ടൽ മെമ്പർ പാരൽ ടു ദ വോൾ, അതാണ് ലെഡ്ജേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇനി പുട്ട്ലോക്സ് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ മെമ്പർ പെർപെൻഡിക്കുലർ ടു ദ വോൾ, അതാണ് പുട്ട്ലോക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പുട്ട്ലോഗും ട്രാൻസോ ഇത് രണ്ടും നിങ്ങൾ ഡിഫറൻസ് എന്താണെന്ന് അറിഞ്ഞാൽ, ഈ പുട്ട്ലോഗിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഒരു എൻഡ് നമ്മുടെ വോളിലും മറ്റേ എൻഡ് ലെഡ്ജറിലായിരിക്കും സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഈ പുട്ട്ലോഗിൻ്റെ രണ്ട് എൻഡും ലെഡ്ജേഴ്സാണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ട്രാൻസോം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി നമ്മുടെ ഈ ഒരു സ്കഫോൾഡിംഗ് എന്ന് പറയുന്ന ആ ഒരു ഫ്രെയിം വർക്ക് സ്വേ ചെയ്യാതിരിക്കാൻ നമ്മളൊരു ഇൻക്ലൈൻഡ് സപ്പോർട്ട് കൊടുക്കും. അതിന് നമ്മൾ റാക്കേഴ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, താങ്ക് യു.